ഇവിടെ നിന്ന് അടുത്ത വില്ലേജിൽ പോകാൻ വേണ്ടി നോക്കി. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ആപ്പിൾസ് കണ്ടോ, ഇങ്ങനെ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു വഴിയും അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞാൻ അടുത്തിരുന്നു. അപ്പോൾ താഴത്തെ നഗർ വില്ലേജിൻ്റെ വ്യൂ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ റൂട്ടാണ് പിടിച്ചേക്കുന്നത്. എത്തുമായിരിക്കും അങ്ങോട്ട്, കാരണം എത്തണമല്ലോ, വേറെ വഴിയില്ലല്ലോ. അപ്പം ഡയറക്റ്റ് റൂട്ട് പോകാതെ കുറച്ച് വേറെ റൂട്ട് പിടിച്ചതാ. അപ്പം ഞാൻ വന്ന വഴി ആ വഴിയാണ്, ആ വഴിയിൽ നിന്നാണ് വന്നത്. ഇനി പോവേണ്ടത് ഈ വഴിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞാൽ ഇതിനുള്ള ആരോഗ്യം കാണും, അത് ഈ തീരെ കാണത്തില്ല. അപ്പം പറ്റത്തില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു 30-40 വയസ്സിൽ പോകുന്ന പോലെ ഒന്നും അല്ലായിരിക്കും ഇപ്പോൾ പോകുന്നത്. പറ്റുന്ന സമയത്തൊക്കെ വീട്ടിൽ ഇരിക്കാതെ അങ്ങ് ഇറങ്ങണം, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതൊക്കെ എപ്പോഴാ പിന്നെ കാണാൻ പറ്റുക അല്ലേ? ഞങ്ങളോട് ഒരു വഴിയുണ്ട്, അങ്ങോട്ട് പോയി നോക്കിയാലോ. നമ്മൾ ഇങ്ങോട്ട് മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു പ്ലം കിട്ടി ഗൈസ്, ഒരു മരം കണ്ടു, അതിനകത്ത് ഇങ്ങനെ റീച്ചബിൾ ആയിട്ട് കുറച്ച് പ്ലംസ് കിട്ടി. ഓഹോ, എന്താ ടേസ്റ്റ് ആയിരുന്നു, എന്താ രസമല്ലേ കാണാൻ. എനിക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു വീട് കണ്ടു ഗൈസ്. അപ്പോൾ അങ്ങോട്ട് കയറി ഈ വഴി കൂടെ മണ്ടയിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ വഴി തെറ്റിയ പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ എന്ത് രസമാണ് നോക്കി, പൂക്കളൊക്കെ റോസാപ്പൂവാന്ന് തോന്നുന്നു, എന്തോ വലുതാ. ചെറിയ വഴി കൂടെ നമ്മൾ ഇങ്ങനെ ഇരിക്കും, മണ്ടയിലെത്തുന്നതായിരിക്കും. നോക്ക്, അതിലൊക്കെ ആപ്രിക്കോട്ടാണ് കിടക്കുന്നത്, ഫ്രഷ് ആപ്രിക്കോട്ട്സ്. മൈ ഗോഡ്, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നോക്ക് ഗൈസ്. എൻ്റെ കൂടെ ഒരാളും കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത വില്ലേജിലോട്ട് പോകുന്നതായിരിക്കും ഒരുമിച്ച്. ഞങ്ങളിങ്ങനെ നടക്കാം. എപ്പോൾ ഇവിടെ എത്തുമെന്നൊരു ഐഡിയ ഇല്ല. താഴേന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് ഒരു 1 മണിക്കൂർ എടുക്കും എന്നാണ്. കുഴപ്പമില്ല. ഇവിടെ പിന്നെ സൺസെറ്റ് ഒരു 7:30 ആയതുകൊണ്ട് കുഴപ്പമില്ല, സമയമുണ്ട്. നമുക്ക് റിട്ടേൺ മുമ്പേ നമ്മൾ സ്റ്റേ എത്തുമായിരിക്കും. അതെ, അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഒരു ചെറിയൊരു വില്ലേജ് ആൻഡ് കുറച്ച് നേരത്തെ ട്രക്കും ആയിട്ട് ഫൈനലി റൂംസോ എത്തി. കുഞ്ഞു 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 വീടുകളും കുറച്ച് ആൾക്കാരും, അങ്ങനെ വണ്ടികളൊന്നും ഇല്ല, അതിനുള്ള വഴിയും ഇല്ല. ഞാൻ തന്നെ പയ്യെ സംസാരിക്കുന്നത് കാരണം ഇവിടെ വേറെ ശബ്ദമില്ല. വീടുകളൊക്കെ ഇങ്ങനെ. ഒരാളെ തൊട്ടപ്പോൾ ഒരാൾക്ക് സഹിക്കുന്നില്ല. ഓക്കെ, എന്താ രസമല്ലേ. ഇവിടെയൊക്കെ അങ്ങ് ജീവിച്ചാൽ എന്തോ സമാധാനമായിട്ട് ജീവിക്കാല്ലേ. താഴേന്നെന്തോ തുടങ്ങിയതാ. ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് ഗൈസ്, സിഡ്ഡു. ഇവിടെ നിന്ന് കാണുന്ന ആ വാലിയാണ് ഹല്ലാൻ വാലി. നമ്മൾ ഇവിടെ നിന്നോ വന്ന് ഇവിടെ നിന്ന് റൂംസോ എത്തി. ഇങ്ങോട്ട് റൂംസോന്ന് ഡയറക്റ്റ് ഹല്ലാനിലോട്ട് വഴി പോകാൻ പറ്റത്തില്ല, തിരിച്ച് നഗാർ പോയി അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്ക്, തൊട്ടടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അതാണ് ഈ മലയിലുള്ള ജീവിതം. സോ ഇന്ന് നമ്മൾ നഗാർ ഏരിയ ആൻഡ് റൂംസോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് നടക്കാം. ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. നമ്മളെത്തും. ഇപ്പോഴും ഒരു ചെറിയ വെളിച്ചമുള്ളതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. സോ ബൈ ഗൈസ്.